നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന ലോഞ്ചിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത് ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡസ്റ്റർ, റെനോ ഡസ്റ്റർ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2021 അരങ്ങൊഴിഞ്ഞ ശേഷമുള്ള ഒരു വമ്പൻ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ കോമ്പാക്ട് SUV വിപ്ലവത്തിന് തുടക്കം കുറിച്ച വാഹനമാണ് ഡസ്റ്റർ. അതിനുശേഷം ഫസ്റ്റ് ഇയറിൽ മാത്രം 40,000 വാഹനങ്ങൾ വിറ്റ് വലിയ വിപ്ലവം സൃഷ്ടിച്ച വാഹനവുമാണ്. അതാണിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. തിരിച്ചു വന്നപ്പോൾ ധാരാളം പുതുമകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ ലോഞ്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, 15,000-ലധികം പേരാണ് ഇവിടെ ഈ ഒരു ലോഞ്ചിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. എന്ന് തന്നെയുമല്ല, ശിവമണി, അതുപോലെ തന്നെ നമ്മുടെ പ്രഭുദേവ, അങ്ങനെയുള്ള പലരും, മിലിൻ സോമൻ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അതിനൊക്കെ ശേഷമാണ് വളരെ നാടകീയമായിട്ട് നമ്മുടെ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ പുതിയ പ്ലാറ്റ്ഫോമാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഗംഭീര പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും. പണ്ടത്തെ ഡസ്റ്ററിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അഡാസ് ഫീച്ചേഴ്സ് ധാരാളമായിട്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് 17 അഡാസ് ഫീച്ചേഴ്സ് വന്നിരിക്കുന്നു. കൂടാതെ പാനോറമിക് സൺറൂഫ് വന്നിരിക്കുന്നു. ഉൾഭാഗത്ത് വലിയ സ്ക്രീന്, അതായത് ഗൂഗിൾ ഇൻബിൽറ്റ് സ്ക്രീൻ വന്നിരിക്കുന്നു. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ് വന്നിരിക്കുന്നു. അങ്ങനെ ധാരാളം സവിശേഷതകളുണ്ട്. തന്നെ ഇന്ത്യക്ക് വേണ്ടി 212 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയുള്ള ഈ ഒരു വാഹനം അടുത്ത് കാണണമെങ്കിൽ കുറച്ച് ഇടി പിടിക്കേണ്ടി വരും. കാരണം 350 മീഡിയയാണ് ഈ ഒരു ലോഞ്ചിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നത്. റെനോയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ലോഞ്ചാണിത്. കാരണം ഇപ്പോൾ ആകപ്പാടെ 1-2 മോഡലുകളുമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഒരു കമ്പനിക്ക് ഇനിയിപ്പോൾ ഒരു ജീവശ്വാസം നൽകാൻ പോകുന്നത് ഡസ്റ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ ഓടിപ്പോയി ഡസ്റ്റർ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ റെനോ കാര്യമായ രീതിയിലാണ് ഈ ഒരു ലോഞ്ച് ഫംഗ്ഷൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വാഹനം ഒന്ന് അടുത്ത് കാണാം, നമുക്കൊന്ന് ഇടിച്ചു നോക്കാം അല്ലേ, കമാൺ. അപ്പോൾ എന്തായാലും ഇടുക്കിയിടയിൽ നമ്മൾ ഡസ്റ്ററിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ ഡസ്റ്ററിൻ്റെ മുൻഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ സാധ്യതയുള്ളത് റെനോ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം റെനോ എന്ന് പറഞ്ഞാൽ ഡസ്റ്റർ ആണ് ഇന്ത്യക്കാർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഡസ്റ്റർ എന്നുള്ള ബാഡ്ജിങ് ആണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ ഒരു യെല്ലോ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫുൾ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷുള്ള ഒരു താഴെയുള്ള ഭാഗമാണ് കാണുന്നത്. അതുപോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് ഏറ്റവും താഴെയായിട്ട് വലിയൊരു എയർ ഡാം താഴെയായിട്ടുണ്ട്. ധാരാളം സെൻസേഴ്സും മറ്റും നമുക്ക് കാണാം. കാരണം അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. മുൻഭാഗം അടിപൊളിയാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ LED ഹെഡ് ലാമ്പ്, അതുപോലെ നല്ലൊരു ഗംഭീരമായ DRL, അത്രയും കാര്യങ്ങൾ കാണാം. ഇവിടെ ഒരു എയർ സ്കൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് സ്കിഡ് പ്ലേറ്റ് പോലെ ഭാഗമുണ്ട്. ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും മുൻഭാഗം വളരെ ബോൾഡാണ്. ഈ ഭാഗത്ത് നമ്മൾ ബോണറ്റ് ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബോൾഡാണെന്നുള്ളത് കാണാം. നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്തൊരു വാഹനമാണ്. 90% ലോക്കലൈസ്ഡ് ആണെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന 18 ഇഞ്ച് വീലാണ്. അതിൽ ബ്ലാക്ക് ഫിനിഷുള്ള നല്ല ഭംഗിയുള്ള അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. അതിൽ ഈ ഒരു ബ്രേക്ക് കാലിപ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് സിൽവർ ഫിനിഷാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു നല്ല ബാഡ്ജിങ് ഉണ്ട്. ഡസ്റ്റർ ഐക്കോണിക് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്. അതിൽ ഏത് മലയും കയറാൻ പ്രാപ്തമാണെന്ന് കാണിക്കുന്നതിലുള്ള ഒരു മൗണ്ടൻ്റെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. ഇവിടെ റെനോയുടെ ബാഡ്ജിങ് ഉണ്ട്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് അവിടെ കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായിട്ട് ഇത് ടോപ്പ് എൻഡ് മോഡലുകളിൽ കാണുന്നതാണ് ഐക്കോണിക് എന്ന് പറയുന്ന ആ ഒരു അഭിമാനത്തോടുള്ള ആ ഒരു ബാഡ്ജിങ് അവിടെ. അത് കൂടാതെ ആ ഒരു യെല്ലോയിഷ് ഒരു ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പഴയ ഡസ്റ്ററിൽ കണ്ട പോലെ തന്നെയാണെന്ന് പറയാം. ഈ ഒരു ഹാൻഡിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ബോഡി കളർഡാണ്. മേൽഭാഗത്ത് വീണ്ടും ഡസ്റ്റർ എന്ന് എഴുതിയ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു സി പില്ലറിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. എന്നാലും ഈ ഒരു ഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ LED ലൈറ്റ് സ്ട്രിപ്പ് നീളത്തിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. കൂടാതെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, കൂടാതെ ടെയിൽ ലാമ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ഈ ഭാഗത്തൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടർബോ എഞ്ചിനാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. ഏതായാലും ഡസ്റ്റ് എന്നുള്ള ബാഡ്ജിങ്ങും റെനോയും ഒക്കെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക.
ഇവിടെ ഡീഫോഗർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു സിംഗിൾ വൈപ്പർ കൊടുത്തിരിക്കുന്നു, ഒരു നല്ല ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതുപോലെ തന്നെ ഒരു ഡാർക്ക് സെല്ലോ ഫിനിഷുള്ള ഭാഗവുമൊക്കെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞില്ല, 212 മില്ലിമീറ്റർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട, എവിടെ ഓടിച്ചുകൊണ്ട് പോകാം. ഇലക്ട്രിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ് വന്നിരിക്കുന്നത്. ബൂട്ടിൽ ഈ മേൽഭാഗം വരെയുള്ള ഭാഗം കണക്കിലെടുത്താൽ 700 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഒരു അമേസിങ് ബൂട്ട് സ്പേസ് തന്നെയാണ്. തന്നെയല്ല കുറച്ച് ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും പറ്റും, വളരെ എളുപ്പമാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അത് നമുക്ക് ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഗംഭീരമായ അതിമനോഹരമായ രൂപം തന്നെയാണ് പറയേണ്ടത്. ഒരാൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടാകാനുള്ള സാധ്യതയില്ല, കാരണം അത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിൻഭാഗത്ത് കാണുന്ന ഈ ഒരു LED ലൈറ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ ഇതിന് കൂടുതൽ വിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന ഡസ്റ്ററിൻ്റെ രൂപത്തിൽ കുറച്ചൊരു പരിങ്ങിയ രൂപമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഗംഭീരമായ രൂപത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇൻറ്റീരിയറാണ്, ഒന്ന് ഇടിച്ച് നോക്കട്ടെ. ഇടിച്ച് നമുക്ക് കിട്ടുമെങ്കിൽ ഉൾഭാഗം കാണിക്കാം. കിട്ടുമായിരിക്കും അല്ലേ? നോക്കാം. ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ, പഴയ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് വളരെ കുറവായിരുന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരിക്കലും വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എന്നെ റെനോയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പുതിയ മോഡൽ വന്നിട്ടുണ്ട്, കുറച്ച് പുതുമകളുള്ള മോഡൽ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ ചെന്നപ്പോൾ ആകെ വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് അഡീഷണൽ ആയിട്ട് വന്നു എന്നുള്ളായിരുന്നു. പക്ഷേ ആ കാലമൊക്കെ പോയി. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ് ഫീച്ചർ റിച്ച് എന്ന് വിളിക്കാവുന്ന ഒരു മോഡലാണ്. നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ എന്ന് മാത്രമല്ല ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് പറയാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് മേൽഭാഗത്ത് കാണുന്നത്. അത് കുറച്ച് ടെക്സ്റ്റൈഡ് ബ്ലാക്ക്, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ, ഒരു കാർബൺ ഫൈബർ ഫിനിഷുള്ളൊരു ഭാഗം, ഇവിടെ വീണ്ടും ഒരു സ്റ്റീൽ ഫിനിഷ്, ഇവിടെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചിങ്. ഇതൊക്കെ ടോപ്പിൻ്റെ മോഡലായിരിക്കാം. ഈ ഒരു യെല്ലോയും ഗ്രീനും ചേർന്ന സ്റ്റിച്ചിങ് എന്ന് തോന്നുന്നു. അതായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഡസ്റ്റർ നല്ല ബാഡ്ജിങ്ങും അവിടെ ഈ പോലെ തയ്ച്ച് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഗ്ലോ ബോക്സിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും നമുക്കറിയാം നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയുള്ള ഭാഗങ്ങളൊക്കെയാണെന്നുള്ള കാര്യം. എന്തായാലും ഇവിടെ നമ്മൾ കാണുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു 10 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനുണ്ട്. അതുപോലെ ഈ സൈഡിൽ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു ഡ്രൈവർ ഡിസ്പ്ലേയും നമുക്ക് കാണാം. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ വയർലെസ് ചാർജിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ പനോരമിക് സൺ റൂഫ്, അതും ഒക്കെ ഈ ഇന്ത്യൻ മോഡലിന് സ്പെസിഫിക് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തെയും മോഡലുകൾക്ക് ഈ ഒരു ഡസ്റ്ററിൻ്റെ മോഡലിന് സൺ റൂഫില്ല. അത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. പിന്നെ സീറ്റുകളാണെങ്കിൽ വെന്റിലേറ്റഡുമാണ്. അതുപോലെ തന്നെ മുന്നിലെ 2 സീറ്റുകളും ഇലക്ട്രിക്കലി പവേർഡ് ആണെന്നുള്ള വളരെ ഗംഭീരമായ സംഭവമാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ കണ്ടത് ഉയർന്നു നിൽക്കുന്നതാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ. അതുപോലെ നമ്മൾ ഹഗ് ചെയ്യുന്ന രീതിയിലുള്ള ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നല്ല ഗംഭീരമായ സീറ്റ് എന്നാണ് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ നല്ല സുഖമാണ് ഇരിക്കാൻ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ AC വെൻറ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ എന്ന് പറയുന്നത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ടോഗിൾ ടൈപ്പ് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്ലീൻ എയർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എയർ പ്യൂരിഫയർ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഡോർ ലോക്കിൻ്റെ ഒക്കെ സ്വിച്ച് ഇവിടെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഈ ഒരു 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണെന്നാണ്. അതിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ട്. അതിൻ്റെ ഗിയർ ലിവർ നല്ല ഭംഗിയാണ്. വളരെ ചെറിയൊരു ഗിയർ ലിവർ നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട്. പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ
സൂക്ഷിക്കാനുള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൽ കപ്പ് ഹോൾഡറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ്, അതിൻ്റെ താഴെയും ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഈ കൺസോളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. വളരെ എലഗൻ്റ് എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും പാനൽ ഗ്യാപ്പുകളോ അങ്ങനെയൊന്നുമില്ല. എല്ലാം വളരെ ടൈലേർഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരല്പം ഉയർന്നു നിൽക്കുന്ന സ്ക്രീനാണിത്. എങ്കിലും യാതൊരു വിസിബിലിറ്റി പ്രശ്നങ്ങളും നമുക്ക് തോന്നുകയുമില്ല. അതുപോലെ തന്നെ നല്ല സ്പേസാണ്. നമുക്ക് ലെഗ് സ്പേസൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അവിടെ ഒരു നല്ല ആംബിയൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, റെഡ്. അതുപോലെ അവിടെയും ഉണ്ട് ഈ ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷും, അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ആംബ്രസ്റ്റും, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റത്തെ പറ്റിയൊന്നും കാര്യമായ രീതിയിൽ, സത്യം പറഞ്ഞാൽ ഒരു കാര്യങ്ങളും കാര്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഇതൊരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ റെനോയുടെ ലോഗോ, അതുപോലെ തന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഭംഗിയുള്ള അതിഗംഭീരമായ ഒരു സ്ക്രീനാണ് അവിടെ. നല്ല കളർഫുൾ എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലുള്ള സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിൽ കാര്യമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ കംഫർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഇതിൻ്റെ ഡ്രൈവ് മോഡുകളാണെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമുക്ക് മീഡിയം ഡ്രൈവിൽ അറിയാൻ സാധിക്കുള്ളൂ. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു മൈക്രോ ഹൈബ്രിഡിൻ്റെ ഓഫിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. അതുപോലെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഗംഭീരമെന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ യാതൊന്നും പറയാനില്ല. എക്സ്റ്റീരിയർ അതുപോലെ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന എക്സ്റ്റീരിയറാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറും മോശമല്ല. എന്തായാലും വിസിബിലിറ്റിയും നല്ല ഗംഭീരമാണ്. ആൾക്കാർ ഇടിച്ചു നിൽക്കുകയാണ് അടുത്ത ഒരു സ്ലോട്ടിന് വേണ്ടി. അതുകൊണ്ട് നമുക്കിനി പിൻഭാഗത്തിരുന്ന് നോക്കാം. എന്തായാലും സൈഡ് വ്യൂ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് പറഞ്ഞില്ല, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോൾഡിങ്ങും അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിൽ കാണാം. നമുക്ക് പിൻഭാഗത്തിരുന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പിൻഭാഗത്ത് നല്ല സ്പേസാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, ഫുൾ ഇരുട്ടാണ്. എന്നാലും ഇത്രയും സ്പേസ് ഉണ്ട്. കാരണം ഈ സീറ്റ് അത്യാവശ്യം പിന്നിലേക്കാണ് നിൽക്കുന്നത്. നല്ല സ്പേസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയൊരു സെൻട്രൽ ടണലാണ്. അതുകൊണ്ട് തന്നെ സുഖമാണ്. നിങ്ങൾക്ക് 3 പേർക്ക് 4 പേർക്ക് വരെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ സാധിക്കും. 2 സീറ്റ് ടൈപ്പ് ചാർജർ, അതുപോലെ തന്നെ പിന്നിലേക്ക് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നല്ല തൈ സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമല്ല നല്ല ലെതർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 2 കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ വയ്ക്കാവുന്നൊരു സ്ഥലമൊക്കെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല സുഖമാണ്. ചാരി ഇരുന്നൊക്കെ പോകാൻ വേണ്ടി നല്ല സുഖം തന്നെ. ഏറ്റവും പിന്നിലേക്ക് ഇവിടം വരെ ഈ ഒരു സൺറൂഫ് വരുന്നതുകൊണ്ട് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. ഒരല്പം ഉയർന്ന ഒരു വിൻഡോ ലൈനാണ്, എങ്കിലും മോശമല്ല. നമുക്ക് കൈയൊക്കെ വെച്ച് സുഖമായിട്ടിരിക്കാൻ സാധിക്കും. അവിടെ ഈ ഒരു ഡോർ പാഡിൽ നമുക്ക് ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ല ആംബ്രസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിൻഭാഗത്തിരിക്കാനും നല്ല സുഖമാണ്. ഇപ്പോൾ ഈ ഡസ്റ്ററിൻ്റെ നമ്മൾ പഴയ ഡസ്റ്ററിൻ്റെ കാര്യത്തിലും യാതൊരു മോശവും പറയാനുണ്ടായിരുന്നില്ല. പിൻഭാഗത്തൊന്നും ഉള്ള ആ ഒരു സീറ്റിംഗ് പൊസിഷന് അത് കുറച്ചുകൂടി മികച്ചതായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. എന്തായാലും അമേസിങ് നമുക്ക് ഓരോ വാക്കിലും ഓരോ വരിയിലും വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വാഹനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ശ്യാമേ, ഇതിന് മുൻഭാഗത്തെ വിഷ്വൽ വേണമെങ്കിൽ ഇവിടെ കയറിയിരുന്നു, പിൻഭാഗത്തത് വേണമെങ്കിൽ എടുത്തു, അതിനുശേഷം അവസാനിപ്പിക്കാം. അങ്ങനെ വമ്പിച്ച ഗുസ്തി മത്സരത്തിന് ശേഷം നമ്മൾ റെനോ ഡസ്റ്റർ അടുത്ത് കണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എഞ്ചിൻ്റെ കാര്യമാണ്. 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് 1.3 ലിറ്റർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്ന എഞ്ചിൻ, അത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്, ഒരു മാനുവലും ഉണ്ടാവും. പിന്നെ എന്നുള്ളത് 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ. അത് കൈകളിൽ കണ്ടാതെ എഞ്ചിനാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് 1.8 ലിറ്റർ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ അത് 12 മാസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ദീപാവലിക്ക് വരാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഗംഭീര ഓപ്ഷനായിരിക്കും. കാരണം 80% ഓഫ് സിറ്റി ഡ്രൈവ് നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിൻ്റെ EV മോഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് മാത്രം ഒരു 1.4 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിൽ പൂർണ്ണമായും EV ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഈ ഒരു ദീപാവലി സമയത്താണ് വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ വരാൻ പോകുന്നത് ഈ 1.3 ലിറ്റർ 163 BSP ഗംഭീരമായ എഞ്ചിനുള്ള ഒരു മോഡലാണിത്. 21,000 രൂപ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. ബുക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞു. ആദ്യകാലത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി കുറേ ഓപ്ഷൻസൊക്കെ, കുറേ അഡിഷൻസും ഗിഫ്റ്റും സാധനങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും മാർച്ചിലാണ് ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം 3-4 മാസത്തിനുള്ളിൽ ഈ 3 എഞ്ചിൻ ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടും. എന്ന് മാത്രമല്ല, അതിനുശേഷം ഉടൻ തന്നെ നിസാൻ്റെ
ഇതേ വാഹനത്തിൻ്റെ അവരുടെ പതിപ്പ്, അതായത് ഇപ്പോൾ ടെറാനോ വന്നല്ലോ ഡസ്റ്ററിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒരു നിസാൻ പതിപ്പും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഹോട്ട് സെല്ലിംഗ് വാഹനമായിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഫീച്ചേഴ്സുമാണ് ഇപ്പോൾ ഡസ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെനോയെ സംബന്ധിച്ച് ഇതാണ് ഒരു അവസാന യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം കാര്യമായ രീതിയിലൊന്നും മറ്റ് മോഡലൊന്നും ഇപ്പോൾ അങ്ങനെ വിറ്റ് പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് റെനോയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മോഡലാണ്. അപ്പോൾ എന്തായാലും അതിന് പറ്റുന്ന രീതിയിൽ 10 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം ഇന്ത്യയിലുടനീളം, അല്ല 3 കോണ്ടിനെൻസിൽ 10 ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിച്ച് ടെസ്റ്റ് ചെയ്ത ഒരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഗംഭീരമാണ്. സസ്പെൻഷനും അടിപൊളിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതെന്താണെന്ന് പറയുന്നവർ പറയണ്ട, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും സസ്പെൻഷനും ഹാൻഡ്ലിങ്ങും എല്ലാം ഗംഭീരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്കിനി കാത്തിരിക്കാം ഡസ്റ്ററിൻ്റെ വിപുലമായ ഒരു മീഡിയ ഡ്രൈവ് വരുമ്പോൾ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു സ്റ്റേഡിയത്തിന് അടുക്കുന്നുണ്ട് ബൈ പറയുന്നു.